ഹായ് ഓൾ, അനു അഗെയിൻ. നമ്മൾ കഴിഞ്ഞ ഹിസ്റ്ററി ലെസണിൽ നമ്മൾ യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി, ഇറ്റലി ആൻഡ് ബ്രിട്ടനാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ ഈ 6th ലെക്ചറിൽ വിഷ്വലൈസിങ് ദ നേഷൻ അതിനെക്കുറിച്ചാണ് പഠിക്കുക. അപ്പോൾ വിഷ്വലൈസിങ് ദ നേഷനിൽ ശരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത് ആലിഗോറീസിനെ കുറിച്ചാണ്. ശരിക്കും എന്താണ് ആലിഗോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സ്ട്രേറ്റ് ടു ദ ടോപ്പിക്. ഒരു ഹിഡൻ ആയിട്ടുള്ള മീനിങ്ങിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഒരു പോയം അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പിക്ചർ, അങ്ങനെ പല പല കാര്യങ്ങളിൽ നിന്നും അവരിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് മെസ്സേജസ് കൺവേ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു രൂപം അല്ലെങ്കിൽ ഒരു സ്റ്റാച്യു അങ്ങനെ പലതിനെയും ഉപയോഗിക്കുന്നതിനെയാണ് ശരിക്കും നമ്മൾ അലിഗോറി എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഈ നാഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഫീല് സ്ട്രെങ്തൻ ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനായിട്ടും 18th and 19th സെഞ്ച്വറിയിൽ യൂറോപ്പിൽ ഈ അലിഗോറീസിൻ്റെ ഉപയോഗം വളരെയേറെ വ്യാപകമായി എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറയാനാണെങ്കിൽ ഫ്രാൻസിൽ മരിയാന എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ഫിഗർ, ദെൻ അതുപോലെ തന്നെ ജർമ്മനി എന്ന് പറയുന്ന നേഷനെ കാണിക്കാനായിട്ട് ജർമ്മേനിയ. അപ്പോൾ ശരിക്കും ഇതൊന്നും റിയൽ ലൈഫിലോട്ടുള്ള ഒരു ലേഡീസോ അല്ലെങ്കിൽ ഒരു പേഴ്സൺസോ ഒന്നും അല്ല, പക്ഷേ ആ ഒരു രാജ്യത്തെ സിംബലൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ജർമ്മനി എന്ന് പറയുന്ന ഒരു കൺട്രി, അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കാനായിട്ട് അവരുപയോഗിച്ചിരുന്ന ഒരു ഫീമെയിൽ ഫിഗർ ആയിരുന്നു ജർമ്മേനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കാണുന്നത് ഒരു ലേഡിയുടെ രൂപം അല്ലെങ്കിൽ ഒരു പോർട്രേറ്റിലാണ് അല്ലേ. പക്ഷേ ശരിക്കും അങ്ങനെ ഒരു ലേഡീനെയാണ് അവിടെ ഉദ്ദേശിക്കുക, അല്ല, ആ ഒരു നേഷനെയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സിംബലൈസ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ശരിക്കും അലിഗോറീസ് അല്ലെങ്കിൽ ഉപമകൾ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഫ്രാൻസിൽ മരിയാന ഉണ്ടായിരുന്നു, ജർമ്മനിയിൽ ജർമ്മേനിയ ഉണ്ടായിരുന്നു. ദെൻ ആൻഡ് എഗെയിൻ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോഴും ഭാരത് മാത അല്ലേ, നല്ല സുന്ദരിയായിട്ട് നല്ല സാരിയൊക്കെ ഉടുത്ത് നല്ല കിരീടമൊക്കെ വെച്ച് നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നമ്മൾ ഒരു നല്ല ഐശ്വര്യമുള്ള ഒരാളെ കാണും അല്ലേ. നമ്മൾ ഭാരത് മാത, നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ആ ഒരു കൺട്രിയെ സിംബലൈസ് ചെയ്യുന്നതാണ്. ദെൻ ഇതുപോലെ നമുക്ക് ഒരുപാട് അലിഗോറീസ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ബ്രിട്ടാനിയുണ്ട്. ദെൻ അതുപോലെ തന്നെ US യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ഫേമസ് അലിഗോറി ആയിരുന്നു അങ്കിൾ സാം. അപ്പം അദ്ദേഹം ഒറിജിനലി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനൊന്നും ആയിരുന്നില്ല, പക്ഷേ ആർമിയിലേക്ക് ഈ യുവാക്കളെയൊക്കെ ഒത്തിരി അട്രാക്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ സിംബലൈസ് ചെയ്തിരുന്ന ഒരാളാണ് ഈ അങ്കിൾ സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലിഗോറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തവണ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് അല്ലേ. നമ്മുടെ നാഷണൽ ഫ്ലാഗിൽ, നമ്മുടെ ട്രൈക്കളർ ഫ്ലാഗിൽ എഗെയിൻ നമ്മളുടെ സെൻട്രൽ പാർട്ടിലായിട്ട് ഉണ്ടാകുന്നതാണ് അശോക ചക്ര. അപ്പോൾ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളാണ്, എത്ര സ്പോക്സ് ഉണ്ടെന്നാണ് നമ്മൾ കാണുക, 24 ഉണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ആ 24 ആരക്കാലുകൾക്ക് തന്നെ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാകുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. ഒരു മനുഷ്യനുണ്ടായേക്കേണ്ട അല്ലെങ്കിൽ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട 24 ക്വാളിറ്റീസിനെയാണ് ആ 24 സ്പോക്സ് കാണിക്കുന്നതെന്ന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ അശോക ചക്ര എന്ന് പറഞ്ഞാൽ സമയചക്രം ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് നമ്മളുടെ സമയചക്രത്തിൽ 24 മണിക്കൂറുകളെയാണ് ഈ 24 സ്പോക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് അഗെയിൻ അത് 24 ഋഷികളെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ള വേറെ ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ശരിക്കും ഈ പറയുന്ന നമ്മുടെ അശോക ചക്ര എന്ന് പറയുന്നത് എന്താണ്, ഒരു അലിഗോറിയാണ്. അപ്പോൾ നമ്മൾ ഈ വിഷ്വലൈസിങ് ദ നേഷനിൽ പറയുന്ന അലിഗോറി എന്താണ് അല്ലെങ്കിൽ ഉപമകൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് 18th and 19th സെഞ്ച്വറിയിൽ യൂറോപ്പിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന കുറച്ച് അലിഗോറീസിനെയാണ് നമ്മൾ എന്താണ്, എങ്ങനെയാണ്, ശരിക്കും എന്തായിരുന്നു അവരുടെ മീനിങ് എന്ന് കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം കാണുന്ന അലിഗോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്ന് ബ്രോക്കൺ ചെയിൻസ്, ഇതുപോലെ പൊട്ടി ചെതറി കിടക്കുന്ന ചങ്ങലകൾ. ദെൻ അതുപോലെ തന്നെ റെഡ് ക്യാപ്സ്, ചുവന്ന കളറിലെ ക്യാപ്പ്. ഇത് രണ്ടും എന്തിനെയായിരുന്നു സിംബലൈസ് ചെയ്യുന്നതെന്നുണ്ടോ, ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡം ഫ്രം സ്ലേവറി. ഒരു
സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്നുള്ള ആ ഒരു മോചനം, അതിനെയൊക്കെ ആയിരുന്നു ശരിക്കും ഈ ബ്രോക്കൺ ചെയിൻസും റെഡ് ക്യാപ്പും ഒക്കെ സിംബലൈസ് ചെയ്യുന്നത്. അതെവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? നമ്മൾ ഫ്രാൻസിൻ്റെ മരിയാനയുടെ നോക്കുകയാണെങ്കിൽ അവൾക്ക് ഒരു റെഡ് കളറിലെ ക്യാപ്പ് ഉണ്ട് ഇല്ലേ? എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ജർമ്മനിയെ നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടോ, അവളുടെ കാൽച്ചുവട്ടിൽ പൊട്ടിച്ചെതിരി കിടക്കുന്ന ചങ്ങലകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയും എന്തിനെയായിരുന്നു പ്രതിനിധീകരിക്കുന്നത്? ലിബർട്ടിയാണ്, അല്ലെങ്കിൽ ഫ്രീഡം ഫ്രം സ്ലേവറിനെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത അലിഗോറി കാണാം. ഇനി നമ്മൾ കാണുന്ന അലിഗോറി ഏതാണ്? റൈസിങ് സൺ ആണ്, ഉദിച്ചു വരുന്ന സൂര്യൻ. അപ്പോൾ ഈ ഉദയ സൂര്യൻ എന്തിനെയാണ് ശരിക്കും പ്രതിനിധാനം ചെയ്യുന്നത്? ഒരു പുതിയ യുഗം, ന്യൂ ഇറയാണ് ശരിക്കും റൈസിങ് സൺ സിംബലൈസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മൾ കണ്ടോ സ്വോർഡ്, വാള്, ശരിക്കും എന്താണ്? റെഡി ടു ഫൈറ്റ്, നമ്മൾ പോരാടാനായിട്ട് റെഡിയാണ് എന്നുള്ളതാണ് ശരിക്കും കയ്യിലെ സ്വോർഡ് കാണിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ നമ്മളുടെ കണ്ടോ തലയിൽ ഒരു ക്രൗൺ ഇരിപ്പുണ്ട് അല്ലേ? ഓക്ക് ലീവ്സ് കൊണ്ട്, ഓക്ക് മരത്തിൻ്റെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ആ ഒരു കിരീടം, അത് ശരിക്കും ഹീറോയിസത്തെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഒലീവിൻ്റെ ചില്ലകൾ കയ്യിൽ കാണുന്നുണ്ട്. അപ്പോൾ ഒലീവ് ബ്രാഞ്ച് ശരിക്കും പീസ്, സമാധാനത്തെയാണ്. അതായത് അവർക്ക് ശരിക്കും അവർ പോരാടാൻ റെഡിയാണ്, അവർക്ക് അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റിൽ അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? സമാധാനമാണ്. അപ്പോൾ ഈ ഒലീവ് ബ്രാഞ്ചസ് ശരിക്കും സിംബലൈസ് ചെയ്യുന്നത് പീസിനെയാണ്, സമാധാനത്തിനെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ അലിഗോറീസ് അല്ലേ, അതായത് നമ്മൾ മരിയാന അല്ലെങ്കിൽ ജർമ്മനിയ എന്ന് പറയുമ്പം ജസ്റ്റ് ഫ്രാൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മരിയാന അല്ലെങ്കിൽ ജർമ്മനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജർമ്മനിയ, ജസ്റ്റ് രണ്ട് ഫീമെയിൽ ഫിഗേഴ്സിനെയാണോ ശരിക്കും നമ്മൾ കാണുക? ആൻഡ് അഗെയിൻ വെറുതെ രണ്ട് രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നുള്ളത് മാത്രമാണ് അല്ല, അവരുടെ ഈച്ച് ആൻഡ് എവറി എലമെൻറ്റിൽ തലയിലുള്ള ആ ഒരു ക്രൗണിന്, ദെൻ കയ്യിലുള്ള ഒലിവ് ബ്രാഞ്ചസിന് അല്ലേ, ഈ ഈച്ച് ആൻഡ് എവറിത്തിങ്ങിനും ഓരോ മീനിങ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു ആർട്ടിസ്റ്റിക് ആ ഒരു എലമെൻറ്റ് ഇവർ ഓരോന്നിനും ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മീനിങ് ഈ അലിഗോറീസിൽ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒന്നും കൂടെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ അലിഗോറീസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ജർമ്മനിയെ കാണുന്നുണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജർമ്മനിയുടെ നമ്മുടെ കാൽപാദത്തിൻ്റെ അടുത്ത് നിലത്ത് കിടക്കുന്ന ബ്രോക്കൺ ചെയിൻസ് എന്തിനാണ് നമ്മൾ പറഞ്ഞത്? അവരൊക്കെ ശരിക്കും ഫ്രീഡമാണ് ഉദ്ദേശിക്കുന്നത്, ലിബർട്ടി. ദെൻ അതുപോലെ തന്നെ ജർമ്മനിയ തലയിൽ ചൂടിയിരിക്കുന്ന ആ ഒരു ക്രൗണ്, ആ ഒരു ഓക്ക് ലീവ്സ് കൊണ്ടുള്ള ആ ഒരു ക്രൗൺ ശരിക്കും ഹീറോയിസത്തെയാണ് മെൻഷൻ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ആ കയ്യിലുള്ള സ്വാഡ്, ദേ ആർ റെഡി ടു ഫൈറ്റ് ഫോർ ദെയർ ഫ്രീഡം ആൻഡ് ആ ഒരു റെഡിനെസ് ടു ഫൈറ്റ്. ദെൻ അതുപോലെ തന്നെ ആ ഒരു റൈസിങ് സൺ എന്തിനാണ് കാണിക്കുന്നത്? പുതിയ ഒരു യുഗം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു ന്യൂ ഇറയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും നമ്മൾ ഈ അലിഗോറിക്സിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് വിഷ്വലൈസിങ് ദ നേഷൻ. അപ്പോൾ ഈ ഒരു ലെക്ചർ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സെഷനിൽ നമുക്ക് നാഷണലിസം ആൻഡ് ഇമ്പീരിയലിസം, ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അത് നമുക്ക് അടുത്ത ലെക്ചറിൽ കാണാം. അപ്പോൾ ഈ ഒരു ലെസൺസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഷെയർ ചെയ്യണം. തന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസിനൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതിനൊക്കെ പറ്റാവുന്നതിനെല്ലാം ഞാൻ റിപ്ലൈ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.